മനുഷ്യനെ പടക്കുന്നതിന്റെ മുമ്പ് മൂല്യങ്ങളെ പടച്ചു എന്നാണ് സൂറത്തുർ റഹ്മാൻ. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അർ-റഹ്മാൻ കാരുണ്യവാനായ അല്ലാഹു കാരുണ്യവാനാണ്. അല്ലമൽ ഖുർആൻ അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു. ഖലഖൽ ഇൻസാൻ മനുഷ്യനെ പടച്ചു. അല്ലമഹുൽ ബയാൻ മനുഷ്യൻ അല്ലാഹു ബയാൻ പഠിപ്പിച്ചു. എലക്വൻസ്, കാര്യങ്ങളെ ബോധ്യത്തോടുകൂടെ പറയാനും അവതരിപ്പിക്കാനുമുള്ള കഴിവ്, സംസാരിക്കാനുള്ള കഴിവ് അല്ലാഹു മനുഷ്യന് നൽകിയതാണ്. ഈ ആയത്തെടുത്ത് നോക്കിയാൽ ഒരു അത്ഭുതമുണ്ട്. കാരുണ്യവാൻ അർ-റഹ്മാൻ. അടുത്ത ആയത്ത് എന്താണ്? അല്ലമൽ ഖുർആൻ ഖുർആൻ പഠിപ്പിച്ചു. പിന്നെ ഖലഖൽ ഇൻസാൻ മനുഷ്യനെ പടച്ചു. എങ്ങനെ പറയണ്ടേ ശരിക്ക്? കാരുണ്യവാൻ മനുഷ്യനെ പടച്ചു, ഖുർആൻ പഠിപ്പിച്ചു എന്നല്ലേ പറയേണ്ടത്? ഖുർആൻ പഠിക്കണമെങ്കിൽ ആദ്യം മനുഷ്യൻ വേണ്ട ഇവിടെ. ഖുർആൻ പഠിപ്പിച്ചു, മനുഷ്യനെ പടച്ചു, എന്നിട്ട് ബയാൻ മനുഷ്യനെ പഠിപ്പിച്ചു കൊടുത്തു. പറയേണ്ടത് അങ്ങനെയല്ലേ നമുക്ക് തോന്നിപ്പോകും. അല്ല, പറഞ്ഞത് ഖുർആൻ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ശരി. സൃഷ്ടിപ്പ് നടത്തുന്നതിൻ്റെ മുമ്പ് അല്ലാഹു മൂല്യങ്ങളെ പടച്ചു. എന്ത് മൂല്യത്തിനാണ് മനുഷ്യനെ പടക്കുന്നത്? എന്താണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം? എന്താണ്? ഒരു സാധനം, ഈ മൈക്ക് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഇതിൻ്റെ മാനുഫാക്ചറേഴ്സ് ആദ്യം ചിന്തിക്കുക എന്തിനാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് എന്നാണ്. അപ്പോൾ ഒരാളുടെ ശബ്ദം ഉയർത്തിക്കൊണ്ടുവരണം, അതിൻ്റെ വോള്യം കൂട്ടണം, അതിനെ ഹൈ പിച്ച് കൊടുക്കണം, അതിനെ കേൾപ്പിക്കാൻ കഴിയണം. ആ ഒരു കാര്യത്തിന് എന്ന് നീയത്ത് ആദ്യം ലക്ഷ്യം അവർ കാണണം. എന്നിട്ടേ സാധനം ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. അല്ലാതെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കിയിട്ട് ഇനി ഇത് എന്തിനാ ഉപയോഗിക്കുക അങ്ങനെയാണോ ചെയ്യുക? അല്ലല്ല, എന്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന ലക്ഷ്യം ആദ്യം വേണം. അല്ലമൽ ഖുർആൻ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ പടച്ചത്. സുബ്ഹാനല്ലാഹ്. ഗായത്ത് അവൽ, പിന്നെ ഖൽഖ്. ആദ്യം ലക്ഷ്യമാണ്, പിന്നെയാണ് സൃഷ്ടിപ്പ്. അർ-റഹ്മാൻ കാരുണ്യവാനായ അല്ലാഹു അല്ലമൽ ഖുർആൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഖലഖൽ ഇൻസാൻ മനുഷ്യനെ പടച്ചു. അതുകൊണ്ട് നമ്മുടെ സൃഷ്ടിപ്പിന്റെ മുമ്പ് അല്ലാഹു സംവിധാനിച്ചതാണ് മൂല്യങ്ങൾ എന്ന് പറയുന്നത്. ഗീബത്തോ നമീമത്തോ പറയരുത് എന്ന് പറയുന്നത്, കളവ് പറയരുത്, വഞ്ചന പാടില്ലെന്ന് പറയുന്നത്, പരസ്പരം സ്നേഹവും കരുണയും വേണമെന്ന് പറയുന്നത്, അള്ളാഹുവിനെ കുറിച്ച് അറിയണമെന്ന് പറയുന്നത്, പടച്ചതമ്പുരാനിലേക്ക് അടുക്കണം, ഇബാദത്ത് ചെയ്യണം, അള്ളാഹു നിഷിദ്ധമാക്കിയതിനോട് അടുക്കരുത് എന്ന് പറയുന്നതെല്ലാം നമ്മൾ അള്ളാഹു നമുക്ക് വേണ്ടി സംവിധാനിച്ച മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങൾ അനുസരിക്കുമ്പോഴാണ് ജീവിതം വിജയിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ അനിവാര്യമായ ലക്ഷ്യം അള്ളാഹു ഉദ്ദേശിക്കുന്നത് മൂല്യബോധമുള്ള സമൂഹമാണ്.